ഇത് ഞാൻ തലേന്ന് മേടിച്ച മീനായിരുന്നേ. രണ്ടെണ്ണത്തിന് 200 രൂപയായിരുന്നേ. വെയിറ്റ് വന്നിട്ട് 1/2 കിലോ ആയിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് കറി വെക്കാം, ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഇത് ഇക്കാക്കും എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മീനാണ്. എവിടെ കണ്ടാലും മേടിക്കും. പക്ഷേ ഇപ്പം ഇച്ചിരി വില കൂടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതങ്ങോട്ട് ഒഴിവാക്കിയത്. എന്നാലും ചിലപ്പം മേടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ മേടിക്കും. പക്ഷേ ഇത് വറുക്കാനാണെന്ന് പറഞ്ഞ് എടുത്തപ്പോഴാണ് ഗസ്റ്റ് വരുന്നെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിത് മൊത്തം രണ്ടും എടുത്ത് അങ്ങ് കറി വെച്ചതേ. അതിനകത്തുനിന്നൊരു 3 പീസ് മാത്രം എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ എടുത്തുള്ളായിരുന്നേ. ഇത് ഞാൻ തലേന്നാണ് വെട്ടി തേച്ച് കഴുകി പീസാക്കിയൊക്കെ വെച്ചിരുന്നത്. പിന്നെ അതിനകത്തുനിന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ 3 ചെറിയ പീസ് എടുത്തിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർക്ക് വറുക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് നമ്മൾ അത് മുളകേറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലിനുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയും പച്ചമുളകും സവാളയും കൂടി അന്നേരം തന്നെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ ഞാൻ വേവിക്കും. എനിക്കാണെങ്കിൽ ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന അവിയലാണ് ഇഷ്ടം. എന്നാൽ ഒരുപാട് കുഴയേ വേണ്ട, അങ്ങനത്തെ ഒരു രീതിയിലാണ്. അങ്ങനെ പിന്നെ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടായിരുന്നു. തട്ടിക്കൂട്ടാണെങ്കിലും പ്രോട്ടീൻ ആണല്ലോ, അപ്പം അതും അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ എടുത്തൊന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് അതും ഞാനൊന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നേ. അതും സിമ്പിളായിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കറക്കിയെടുത്താണ് നമ്മൾ അവിയലിന്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ത് കറി ഉണ്ടെങ്കിലും സലാഡ് വേണം, എന്ത് കറി ഇല്ലെങ്കിലും സലാഡ് വേണമെന്ന്. അപ്പോൾ നമ്മുടെ സലാഡിനുള്ളത് ഞാൻ അങ്ങോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. തൈരും ഉപ്പും ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്നും വിനാഗിരി ഒഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ ഞാൻ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ അവിയലൊക്കെ കുക്കറിൽ വിസിലടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അരപ്പും തട്ടിയിട്ട് കുറച്ച് ഉപ്പിൻ്റെയും കൂടെ കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും പിന്നെ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിയലിൻ്റെ പരിപാടിയും അങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നേ. അപ്പം കാണുന്നവരിൽ കൂടുതൽ പേരും എന്താ പറയുക, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. എന്തായാലും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും, അത് വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം പിന്നെ വേറെ എന്താ കണ്ട രസം ഉണ്ടായിരുന്നു നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക്. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, സലാഡ്, അവിയൽ, അത്രയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇതങ്ങോട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പൊളിച്ചു, പിന്നെ അതേപോലെ തന്നെ ഏത്തയ്ക്കായും എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ ഓക്കെ, ബൈ.